സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും. രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ. 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. 8:30 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. ആന്റണി ജിസ്റ്റോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും ഒരു മാസം നീണ്ടുനിന്ന കാത്തിരിപ്പിന് നാളെ അവസാനിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ജനവിധി എന്താണ് എന്നതറിയാനായി. ഒരുക്കങ്ങളെല്ലാം സജ്ജമാണോ? തീർച്ചയായും വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. നാളെ രാവിലെ കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 7:30 കൂടി തന്നെ സ്ട്രോങ് റൂമുകൾ തുറക്കും. ആദ്യം എണ്ണുക തപാൽ വോട്ടുകളാണ്. തപാൽ വോട്ടുകൾക്ക് 500 എണ്ണത്തിന് ഒരു മേശ എന്ന നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും 14 ടേബിളുകൾ ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും സജ്ജമാക്കും. തപാൽ വോട്ടുകൾ എണ്ണി തീർന്നാലുടൻ തന്നെ വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും എന്നുള്ളതാണ്. 14 ടേബിളുകളാണ് ഇത്തരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. 14 ബൂത്തുകളായിരിക്കും ഒരു സമയത്ത് എണ്ണുക എന്നുള്ളതാണ്. അത് പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അടുത്ത റൗണ്ടിലേക്ക് എണ്ണുക. അങ്ങനെ ഓരോ റൗണ്ടും പൂർത്തിയായ ശേഷമായിരിക്കും ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ ഈ കൗണ്ടിംഗ് ടേബിളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഏതായാലും 15,000-ഓളം ഉദ്യോഗസ്ഥരെയാണ് ഈ വോട്ടെണ്ണൽ ജോലികൾക്കായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്നത്. ഈ രാവിലെ 8:30 കൂടി സ്ട്രോങ് റൂമുകൾ തുറക്കുന്നത് മുതൽ ജോലികൾ ആരംഭിക്കുകയും ചെയ്യും. ഏതായാലും കനത്ത സുരക്ഷ തന്നെയാണ് സ്ട്രോങ് റൂമുകളിൽ നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഏതായാലും മറ്റ് ഇത്തവണ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് മൊബൈൽ ഫോണുകൾക്ക് കർശനമായ വിലക്ക് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പ്രിസൈഡിംഗ് ഓഫീസർമാരടക്കമുള്ള ഏതാനും ചില ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഈ മൊബൈൽ ഫോണുകൾ ഈ കൗണ്ടിംഗ് സ്റ്റേഷനുള്ളിൽ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. മറ്റാർക്കും തന്നെ ഈ സ്ഥാനാർത്ഥിയുടെ ഏജന്റുമാർക്കോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്കോ അങ്ങനെ ആർക്കും തന്നെ ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുവാദമില്ല. അത്തരത്തിൽ കർശന നിയന്ത്രണവും ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങി. ആദ്യം ഈ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങി. ഏതാണ്ട് 8:30 കൂടി ആദ്യ ഫലസൂചനകൾ ലഭ്യമാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം ഇതോട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണലിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. എല്ലായിടത്തും ഈ സ്ട്രോങ് റൂം തുറക്കുന്നത് മുതലുള്ള എല്ലാ പ്രക്രിയകളും വീഡിയോയിൽ പകർത്തുകയും ചെയ്യുമെന്നുള്ള കാര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇനി നമുക്കറിയാവുന്ന പോലെ ഒരു മാസത്തെ കാത്തിരിപ്പാണ് ഈ വോട്ടെണ്ണലിന് വേണ്ടി രാഷ്ട്രീയ കേരളം കാത്തിരുന്നത്. ഏതായാലും ആ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകളുടെ ഒരു മാത്രമാണ് വോട്ടെണ്ണൽ ആരംഭിക്കാനുള്ളത്. വളരെ നെഞ്ചിടിപ്പോടു കൂടിയാണ് രാഷ്ട്രീയ കേരളം ആ ഒരു ദിവസത്തെ കാത്തിരിക്കുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷ എല്ലാവർക്കും ഇക്കാര്യത്തിലുണ്ട്. എല്ലാ മുന്നണികളും ഇക്കാര്യത്തിൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഭരണം ലഭിക്കുമെന്ന് LDF-ഉം ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് LDF-ഉം 10 വർഷത്തിന് ശേഷം തിരിച്ചു വരാമെന്ന് UDF-ഉം കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് മാറാമെന്ന് NDA-യും ഒക്കെ കരുതുന്നു. വാശിയേറിയ പോരാട്ടം നടന്നൊരു തെരഞ്ഞെടുപ്പ് കാലമാണ് നാളെ വോട്ടെണ്ണലോടുകൂടി അവസാനിക്കുന്നത്. ഈ വോട്ടെണ്ണൽ കഴിയുന്ന ആ ഘട്ടത്തിൽ കേരളം ആര് ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഏതായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. കേരള വിഷൻ ന്യൂസും ഈ വോട്ടെണ്ണൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സജ്ജമാണ്. ഓരോ നിമിഷവും വോട്ടെണ്ണലിൻ്റെ ഓരോ നിമിഷവും ഓരോ കണക്കുകളും കൃത്യമായി തന്നെ കേരള വിഷൻ ന്യൂസിലൂടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി കഴിയും. പെരുപ്പിച്ച മറ്റ് കണക്കുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നും ഉണ്ടാകില്ല. കൃത്യമായ കണക്കുകളായിരിക്കും കേരള വിഷൻ ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് ഈ വോട്ടെണ്ണൽ ദിനത്തിൽ എത്തുക. അതുകൊണ്ട് തന്നെ വിപുലമായ ഓരോ നിമിഷവും എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കേരള വിഷൻ ന്യൂസും ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണ സജ്ജമായി തന്നെ വോട്ടെണ്ണലിനായി ഒരുങ്ങിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. ശരി, അത് തന്നെയാണ്. എന്തായാലും വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. വോട്ടെണ്ണലിന്റെ കൃത്യമായ കണക്കുകൾ പ്രേക്ഷകരിലെത്തിക്കാൻ ടീം കേരള വിഷൻ ന്യൂസും സജ്ജമാണ്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.